ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് നമ്മളെ 3D കാൽക്കുലേഷൻസുകളാണ്. 3D കാൽക്കുലേഷൻസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. 3D കാൽക്കുലേഷൻസ് ഷീറ്റുകൾ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യണത്, കുറേ ഷീറ്റുകൾ തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യണത് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നോക്കട്ടെ നിങ്ങൾ. ചിലപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടാവും. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 4 ഷീറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നുള്ള. അതിൽ നോർത്തിലെ പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കംപ്ലീറ്റ് പ്രൊഡക്റ്റ് കണ്ടോ. ഇവിടെ ഞാൻ 4 ഇതാക്കിയിട്ട് തിരിച്ചിരിക്കുന്നു. ക്വാർട്ടർലി 1, ക്വാർട്ടർലി 2, ക്വാർട്ടർലി 3, ക്വാർട്ടർലി 4. ഇങ്ങനെ ഒരു വർഷത്തിൽ 4 പ്രാവശ്യമായിട്ട് തിരിച്ചിട്ട് ക്വാർട്ടർലി 1ൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത്, ക്വാർട്ടർലി 2ൽ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത്, ക്വാർട്ടർലി 3ൽ സെയിൽ ചെയ്തിട്ടുള്ളത്, 4ൽ സെയിൽ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇത് നോർത്തിലത്തെ കണക്ക്, മനസ്സിലായല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സൗത്തിലത്തെ കണക്ക്, ഇതേ സെയിം സാധനം തന്നെ. സൗത്തിൽ നമ്മൾ എത്ര ക്വാർട്ടർലിയിൽ എത്ര വിറ്റിട്ടുണ്ട്, ക്വാർട്ടർലി 2ൽ എത്ര വിറ്റിട്ടുണ്ട്, ക്വാർട്ടർലി 3ൽ എത്ര വിറ്റിട്ടുണ്ട്, 4ൽ എത്ര വിറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. പിന്നെ വരുന്നതാണ് ഈസ്റ്റിലത്തെ കണക്ക്. ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, അതേ സെയിം പ്രൊഡക്റ്റ് തന്നെ ക്വാർട്ടർലി 1, 2, 3, 4 കൊടുത്തു, ടോട്ടൽ ആഡ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റിലും സെയിം കൺസെപ്റ്റിൽ തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തിലുള്ള 4 സോണിലെ, അതായത് നോർത്ത് സോണ്, സൗത്ത് സോണ്, ഈസ്റ്റ് സോണ്, വെസ്റ്റ് സോണിലത്തൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്, നമ്മൾ കംപ്ലീറ്റ് ഡാറ്റകളാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഡൗട്ടില്ലല്ലോ. എനിക്ക് ഇതെല്ലാം കൂടി ടോട്ടൽ എന്നുള്ള ആൻസറിൽ പ്രിൻ്റ് ചെയ്യുക. നമുക്ക് അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, നമ്മൾ ഡാറ്റ എന്നുള്ള മീനിൻ്റെ ഉള്ളിൽ ഒരു കൺസോളിഡേറ്റ് എന്നൊരു ബട്ടൺ പഠിച്ചിട്ടില്ലേ നമ്മൾ. കൺസോളിഡേറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഷീറ്റുകൾ തമ്മിൽ കാൽക്കുലേഷൻ ചെയ്യണത്. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. കൺസോളിഡേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ നമ്മൾ ചെയ്തതല്ലേ. സിനാരിയോ മാനേജർ, ഗോൾ സീക്ക്, ഡാറ്റ ടേബിൾ, കൺസോളിഡേറ്റ്, ഫ്ലാഷ് ഫില്ലൊക്കെ നമ്മൾ ചെയ്തതല്ലേ, ഡാറ്റ വാലിഡേഷനൊക്കെ. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കാം. ഇവിടെ ഞാൻ ശ്രദ്ധിക്കട്ടാ. ഇവിടെ ഞാൻ ചെയ്യാൻ പോണത് എന്താണ്, എനിക്ക് നോർത്തിലത്തെയും സൗത്തിലത്തെയും ഈസ്റ്റിലത്തെയും വെസ്റ്റിലത്തെയും കൂടിയിട്ട് എന്ത് ചെയ്യണം, എനിക്കിവിടെ ഒരു ഗ്രാൻഡ് ടോട്ടൽ പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഡാറ്റ എന്നുള്ള മീനിൻ്റെ ഉള്ളിൽ കൺസോളിഡേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻസ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. മറിച്ച് 3D കാൽക്കുലേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വയ്ക്കാം കഴ്സർ, ഗ്രാൻഡ് ടോട്ടലിലെ ലാസ്റ്റിൽ വെച്ചിട്ട് ഈക്വൽ ടു എന്ന് പ്രസ് ചെയ്യാം. ഈക്വൽ ടു നമ്മൾ സാധാരണ രീതിയിൽ യൂസ് ചെയ്യുന്ന സമ്മ്. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്, നോർത്തിലത്തെ ഫസ്റ്റ് സെല്ലിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുക. കീബോർഡിന് മുകളിലുള്ള ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചിട്ട് സൗത്ത് ക്ലിക്ക് ചെയ്യുക, ഈസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. മനസ്സിലായ? മറ്റേ നമ്മൾ ഓരോ ഷീറ്റുകളും തമ്മിൽ നമ്മൾ ടോട്ടൽ ഇതുവരെ ചെയ്തിരുന്നു അല്ലേ. ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ 3D കാൽക്കുലേഷൻസ് എന്നുള്ള കമാൻഡോട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾ ഈക്വൽ ടു സമ്മ് നോർത്ത് ടു വെസ്റ്റ് B2 കണ്ടോ. സംഭവം മനസ്സിലായ? ഈ ഭാഗം മനസ്സിലായ? അപ്പോൾ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ഈ ഡാറ്റകളെ ഇൻസെർട്ട് ചെയ്യാൻ പറ്റിയില്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതിനെ പിടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും ഇതിനെ പിടിച്ച് അടിയിലേക്കും ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. മനസ്സിലായ? ക്വസ്റ്റ്യൻ മനസ്സിലായ? ക്ലിയർ ആണല്ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ചാൽ മറ്റേത് നമ്മൾ ഷീറ്റുകൾ തമ്മിൽ കാൽക്കുലേഷൻസ് ചെയ്യാന്ന് പറയുമ്പോൾ കുറേ സമയം പിടിക്കും അല്ലേ. ഇവിടെ നടന്ന പ്രവർത്തനം എന്താ, നോർത്തിലത്തെ ഈ 78-45, സൗത്തിലത്തെ ഈ 47-85, ഈസ്റ്റിലത്തെ ഈ 14-52, വെസ്റ്റിലത്തെ ഈ 25-46 കൂടിയിട്ടാണ് അവിടെ കൂട്ടിയിട്ടുള്ളത്. സംഭവം മനസ്സിലായ?
അതിനായിട്ട് നമ്മൾ ചെയ്തത് 3D ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈക്വൽ ടു സാധാരണ നമ്മൾ ഇക്വേഷൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. സമ്മ് എന്ന് ടൈപ്പ് ചെയ്യുക. സമ്മ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഇവിടെ നിന്നുകൊണ്ട് നോർത്ത് എന്നുള്ളതിലത്തെ ഫസ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുക കീബോർഡുമേ. സൗത്തുമ്മ ക്ലിക്ക് ചെയ്യുക, ഈസ്റ്റുമ്മ ക്ലിക്ക് ചെയ്യുക, വെസ്റ്റുമ്മ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. ഒരെണ്ണം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ ഇക്വേഷൻസിൻ്റെ ആവശ്യമുള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മളോട് നിങ്ങളുടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയണത്? 3D ഫോർമുല എന്നുള്ള ഓപ്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരൊറ്റടിക്ക് നമുക്കെല്ലാം കൂടിയിട്ടുള്ള ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? ഈ ഭാഗം മനസ്സിലായല്ലോ? 3D ഫോർമുല മനസ്സിലായില്ലേ? മറ്റേതാകുമ്പോൾ നമ്മളിതൊരു 1/4 മണിക്കൂർ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് ചെയ്യാൻ പറ്റുക? അതൊക്കെ കാൽക്കുലേഷൻസ് ചെയ്ത് വരിക അല്ലേ? ടോട്ടൽ ഓരോന്ന് സെല്ല് കണ്ട് അല്ലെങ്കിൽ കൺസോൾഡേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കാറുണ്ട്. കൺസോൾഡേറ്റ് ഇത്ര സമയം എടുക്കില്ല, പക്ഷേ എന്നാലും ഇത് എളുപ്പത്തിൽ ഇത് വെച്ച് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് ഞാനൊരു പേര് കൊടുത്തിട്ടുള്ളതാണ്. ഡ്രോപ്പ് ഡൗൺ എന്നുള്ളൊരു പേര് വെറുതെ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. ഞാനിവിടെ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്, ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയിലത്തെ കംപ്ലീറ്റ് സ്റ്റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ക്യാപിറ്റൽ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഡാറ്റ സെറ്റ് ചെയ്തുള്ളതാണ്. നമുക്ക് അടിച്ചു നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്റ്റേറ്റും ക്യാപിറ്റലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ ഡാറ്റ കിട്ടും. അങ്ങനെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നമ്മളിവിടെ VLOOKUP ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇവിടെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരണം? അതിൻ്റെ ക്യാപിറ്റൽ പ്രിൻ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളിവിടെ ഇക്വേഷൻസ് വെച്ചിട്ട് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? VLOOKUP വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? VLOOKUP നമ്മൾ പഠിച്ചുള്ളതല്ലേ? പക്ഷേ നമ്മൾ നേരത്തെ ചെയ്യുന്ന സമയത്തൊക്കെ VLOOKUP എങ്ങനെ ചെയ്തിരുന്നത്? ഒന്ന് ശ്രദ്ധിക്കൂ. ആദ്യം ഇതിനൊരു പേര് കൊടുത്തു. സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിട്ടാ, ഈക്വൽ ടു VLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. കോഡിൻ്റെ സെല്ല് കോമ F3 നമ്മൾ കൊടുത്ത പേര് ഓക്കെ കോമ അതിലത്തെ എത്രാമത്തെ കോളം നമ്പർ ആണോ എന്നുണ്ടെങ്കിൽ 2 കോമ ഫോൾസ്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ ആൻസർ കൊടുത്തിരുന്നത് അല്ലേ? നേരത്തെ നമ്മൾ ഓരോന്നും കൂടെ ടൈപ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഗോവയാണെന്നുണ്ടെങ്കിൽ ഗോവയുടെ ആൻസറാണ് ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ ഒരു 3D ഞാൻ ലാസ്റ്റ് ക്ലാസ് ഇത് കഴിയുമ്പോൾ ഒന്നുകൂടി പറയാം കേട്ടോ. ഫസ്റ്റ് എടുത്ത ടോപ്പിക്ക് ഞാൻ ഒന്നുകൂടി പറയാം. ഇപ്പോൾ ഇവിടെ തൊട്ടിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ. നമ്മൾ ഇവിടെ ഞാൻ സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ക്യാപിറ്റൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ടുള്ളതാണ്. ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എനിക്കൊരു VLOOKUPൻ്റെ ഇക്വേഷൻസ് വർക്കൗട്ട് ചെയ്യാനായിട്ട് ആദ്യം ഈ ടേബിളിനെ മൊത്തം സെലക്ഷൻ ചെയ്തു, ഒരു പേര് കൊടുത്തു. മനസ്സിലായല്ലോ? നമ്മൾ മൊത്തം സെലക്ഷൻ ചെയ്തിട്ട് നമ്മുടെ നെയിം ബോക്സിൽ ഒരു പേര് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ ക്ലാസ്സിലൊക്കെ ആയിട്ട് VLOOKUP പഠിച്ചിട്ടുണ്ട്. ആ VLOOKUPന് പേര് കൊടുത്ത പോലെ ഇവിടെ ഒരു പേര് കൊടുത്തിട്ട് നിങ്ങൾ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇതിനെ നമ്മൾ സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്നുള്ളൊരു പേര് ഞാൻ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, മുന്നേ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇവിടെ സ്റ്റേറ്റ് ക്യാപിറ്റൽ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു VLOOKUP എന്ന് ടൈപ്പ് ചെയ്തു, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ലുക്കപ്പ് വാല്യൂ, അതായത് ഇത് ഇവിടെ അടിക്കുമ്പോഴാണ് നമുക്ക് ആൻസർ കാണേണ്ടത്. ക്ലിയർ ആണല്ലോ? ലുക്കപ്പ് വാല്യൂ കോമ F3 അടിക്കാം, നമ്മൾ കൊടുത്ത പേര് കോമ അതിലത്തെ കോളം നമ്പർ എത്ര 2 ആണെന്നുണ്ടെങ്കിൽ 2 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ രണ്ടാമത്തെ കോളത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ നോക്കൂ, ക്യാപിറ്റൽ സെറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ കോളത്തിലാണ്.
സംഭവം മനസ്സിലായ? ആ 2 കോമ ഫോൾസ്. ഫോൾസ് എന്ന് പറയുന്നത് കറക്റ്റ് മാച്ച് ആയിരിക്കണം, എക്സാക്റ്റ് മാച്ച് ആയിരിക്കണം എന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ ചെയ്തിട്ടുള്ള എന്താ സംഭവിച്ചാൽ, ഇപ്പോൾ ഇവിടെ ഗോവ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗോവയുടെ ക്യാപിറ്റൽ ഇവിടെ പ്രിൻ്റ് ചെയ്തു. അടുത്തത് ഇപ്പോൾ കേരള എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളയുടെ ക്യാപിറ്റൽ ഇവിടെ പ്രിൻ്റ് ചെയ്തു. വീലുക്കപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ, അല്ലേ? എന്നാൽ ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ്. ഡ്രോപ്പ് ഡൗൺ എന്ന് നമ്മളിട്ടിട്ടുള്ള പേരാണ്. എന്ത് സംഭവിച്ചാൽ ഞാൻ കാണിച്ചു തരാം. ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ലിസ്റ്റ് കേൾക്കാലോ അല്ലേ? കേൾക്കാലോ? ക്ലിയർ ആണല്ലോ? ഹലോ ഹലോ കേൾക്കാലോ? ഓക്കെ. അപ്പോൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് ഞാനിവിടെ ചെയ്യാൻ പോണത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു, നമ്മുടെ ഡാറ്റ ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കട്ടോ. ഈ ഹെഡിങ് ഞാനൊന്ന് ഇപ്പുറത്ത് കൊടുക്കുന്നുണ്ട്, കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. എൻ്റെ ആവശ്യം VLOOKUP തന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ ഒരു ഏരോ വന്നതുണ്ടോ? അവിടെ ഒരു ഏരോ വന്നതുണ്ടോ? മറ്റേ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ചെയ്തിരുന്നത് അല്ലേ? ഇവിടെ അതല്ല. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓരോ പേരും അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഡ്രോപ്പ് ഡൗൺ എന്നുള്ളൊരു പേര് കൊടുക്കാൻ കാരണം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ആൻസർ അവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങൾ? ക്ലിയർ ആണല്ലോ? അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമുക്ക് ആ ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, അല്ലേ? ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യണ സമയത്ത് നിങ്ങളിവിടെ വയ്ക്കുക, കഴ്സർ വയ്ക്കുക. എന്നിട്ട് ഡാറ്റയിൽ ഡാറ്റ വാലിഡേഷൻ എന്നുള്ളതിലേക്ക് പോവാം. മനസ്സിലായല്ലോ? ലിസ്റ്റിൻ്റെ അടിയിൽ വയ്ക്കുക, ഡാറ്റ വാലിഡേഷൻസിൽ പോവുക. എനി വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് ലിസ്റ്റ് എന്നാക്കി കൊടുക്കുക. എനി വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് ലിസ്റ്റ് എന്നാക്കി കൊടുക്കുക. സോഴ്സ് ഉണ്ടല്ലോ, സോഴ്സ് നമ്മുടെ എന്താണ്? സ്റ്റേറ്റ് ആണ് അല്ലേ? ആ സ്റ്റേറ്റിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള ഭാഗം ഡ്രാഗ് ചെയ്ത് കൊടുക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു ഏരോ വന്നു, അതിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ഇവിടെ പ്രിൻ്റ് ചെയ്തു. മനസ്സിലായ? ഇതുവരെ പറഞ്ഞ ഭാഗം മനസ്സിലായ? ഞാൻ ഒന്നുകൂടെ കാണിക്കാം, ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ നോക്കട്ടാ, സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ അവിടെ വെച്ചു. നേരെ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഡാറ്റയിൽ ഡാറ്റ വാലിഡേഷൻസിൽ എനി വാല്യൂ എന്നുള്ളത് മാറ്റിയിട്ട് ലിസ്റ്റ് ആക്കി കൊടുക്കും. ലിസ്റ്റ് ക്ലിയർ അല്ലേ? ഈ ലിസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിൻ്റെ സോഴ്സ്, ഈ സോഴ്സ് ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? എന്താണോ സോഴ്സ് എന്നുണ്ടെങ്കിൽ ആ സോഴ്സ് കംപ്ലീറ്റ് നമ്മൾ സെലക്ഷൻ ചെയ്യും. മനസ്സിലായില്ലേ? സോഴ്സ് കംപ്ലീറ്റ് നമ്മൾ സെലക്ഷൻ ചെയ്തിട്ട് ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ സോഴ്സ് പ്രിൻ്റ് ചെയ്ത് തേണ്ട നിങ്ങൾ. ഓക്കെ. ഇനി ഈ കാണുന്ന ഒരു ബ്ലാക്ക് പ്ലസ് കണ്ടില്ല ഇവിടെ, അത് പിടിച്ച് നിങ്ങളിങ്ങനെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഷീറ്റിലും ആ സോഴ്സ് അവിടെ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ? ഇതിലാണെന്നുണ്ടെങ്കിൽ അതിൽ സോഴ്സ് ഉണ്ട്, ഇതിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഴ്സ് ഇതിലുണ്ട്. കണ്ടോ? ക്ലിയർ ആണല്ലോ? ഇത്രയും കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ നമ്മൾ VLOOKUPൻ്റെ വർക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. അത് നമ്മൾ നേരത്തെ ചെയ്തായിരുന്ന പോലെ തന്നെ ഈക്വൽ ടു VLOOKUP ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ സെല്ല് കോമ F3 നമ്മൾ കൊടുത്ത പേര് ഓക്കെ കോമ. അതിലെത്രാമത്തെ കോളത്തിലായിരുന്നു? ക്യാപിറ്റൽ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ കോളത്തിലല്ലേ? 2 കോമ ഫോൾസ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഇവിടെ നോക്കി നോക്കിയേ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇതെടുത്തിടാനുണ്ട്. മനസ്സിലായല്ലോ? ഈ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളൊരു മരുന്നിൻ്റെ പേരൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണ്, എവിടെയാണ്, അല്ലെങ്കിൽ ഏത് റോലാണ് എന്നൊക്കെ കണ്ട് ഓട്ടോമാറ്റിക്കായിട്ടൊക്കെ പ്രിൻ്റ് ചെയ്യും.
ഒരു കമ്പനിയിൽ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കമ്പനി. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഇതിൻ്റെ സ്റ്റേറ്റും ക്യാപിറ്റലും പ്രിൻ്റ് ചെയ്യിച്ചു എന്ന് മാത്രം. ഈ ഭാഗം മനസ്സിലായില്ലേ? ക്ലിയർ ആണല്ലോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ഈ പറഞ്ഞ ഭാഗം മനസ്സിലായില്ലേ? ക്ലിയർ ആയില്ല. ഇതിനെ നമ്മളായിട്ടൊരു പേരിട്ടതാണ് ഡ്രോപ്പ് ഡൗൺ എന്നുള്ളത്. സാധാരണ രീതിയിൽ നമ്മൾ ഡാറ്റ വാലിഡേഷൻ്റെ ഉള്ളിലുള്ള ലിസ്റ്റ് വെച്ചിട്ടാണ് ഈ വർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡാറ്റ വാലിഡേഷൻ്റെ ഉള്ളിലുള്ള ലിസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ വർക്കിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്തു, ഡ്രോപ്പ് ഡൗൺ എന്നുള്ളൊരു പേര് കൊടുത്തു എന്ന് മാത്രം, ഇതിങ്ങനെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്തതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധിക്കാം. ഗോൾ സീക്ക് ആൻഡ് EMI. ഗോൾ സീക്ക് നമ്മൾ മുന്നേ പഠിച്ചിരുന്നു. അതായത് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഇത്ര രൂപയാണ്, അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 4440 8 ഗ്രാം കൂടിച്ചേരുമ്പോഴാണ്, ആ എക്സാമ്പിൾ വെച്ചിട്ടാവും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക, ഈക്വൽ ടു 4440 × 8. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ് എന്തെന്ന്, ഈ 35,520 എന്നുള്ളത് ഒരു 38,520 മാറുകയാണ്. മനസ്സിലായ? അതിനായിട്ട് ഞാൻ ചെയ്തത് ഇതാണ്. ഡാറ്റയിൽ വാട്ടിഫ് അനലൈസിസിൽ തന്നെ ഗോൾ സീക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തു. ഇത് നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ടു വാല്യൂ 38,520 ബൈ ചേഞ്ചിങ് സെല്ല് ഈ സെൽ. ഇതാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? 4815 ആയാലാണ് എന്തായി മാറുക, 38,520 മാറും. ക്ലിയർ ആണല്ലോ? എന്നാൽ ഇത് നമ്മൾ വേറൊരു എക്സാമ്പിളിലൂടെ ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിക്കട്ടാ. ഇവിടെ ഞാൻ ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി, പ്രൈസ് പെർ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. റവന്യൂ നമ്മൾ അറിയാലോ, ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റിയും പ്രൈസ് പെർ ക്വാണ്ടിറ്റിയും തമ്മിൽ ഗുണിച്ചാലാണ് എന്ത് സംഭവിക്കുക, നമുക്ക് റവന്യൂ പ്രിൻ്റ് ചെയ്യാം. ആണല്ലോ? ഇത് അറിയാലോ. ഇത് ഇൻറ്റു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഫോമാക്കി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പർട്ടിക്കുലർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് പെർ ക്വാണ്ടിറ്റി തമ്മിൽ ഗുണിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിച്ചു, ഇവിടെ റവന്യൂ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി കമ്പനി പറയാണ് കോസ്റ്റ് പെർ യൂണിറ്റ് 4 ആക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു, നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്തായി മാറി, ഇവിടെ നിന്നുകൊണ്ട് കണ്ട ഇത് ഇൻറ്റു 4 എന്ത് ടോട്ടൽ കോസ്റ്റ് വരുന്നത്. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? കോസ്റ്റ് പെർ യൂണിറ്റ് 4 അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് നമുക്ക് എത്ര വന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ആണ് ഇവിടെ ഇതിൻ്റെ ആൻസർ വന്നിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കി നോക്കിയാൽ നമ്മൾ പ്രോഫിറ്റ് കണ്ടത് എന്താണ്, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യും. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? എന്നാൽ ഞാൻ പറയുകയാണ്, ഈ 80,000 റവന്യൂവിന് പകരം, ശ്രദ്ധിക്കട്ടാ, ഈ 80,000 റവന്യൂവിന് പകരം എനിക്ക് എന്ത് ചെയ്യണം, ഒരു 1,20,000 റവന്യൂ ആയിട്ട് മാറണം. മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ എത്ര റവന്യൂ ആണ് കിട്ടിയിട്ടുള്ളത്, ആണല്ലോ? അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ 80,000 എന്നുള്ള റവന്യൂ എനിക്ക് എന്ത് ചെയ്യണം, ഒരു 1,20,000 ആയിട്ട് മാറണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എത്ര സെയിൽസ് ക്വാണ്ടിറ്റി കൂട്ടേണ്ടി വരും? സംഭവം മനസ്സിലായ? അല്ലെങ്കിൽ റവന്യൂ എത്ര ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് 80,000 ആയിട്ട് മാറുക എന്നുള്ളതൊക്കെ കാണിക്കേണ്ടി വരും, വേണമല്ലോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ വെച്ചിട്ട് ഞാൻ നേരെ ഇവിടെ പോയിട്ട് ഞാൻ ഡാറ്റയിൽ തന്നെ വാട്ടിഫ് അനലൈസിൽ ഗോൾ സീക്ക് പ്രസ് ചെയ്തു. സെറ്റ് സെല്ല് 80,000 പകരം
ടു വാല്യൂ 1,20,000 ആക്കി മാറ്റണം. ഓക്കെ, അതിനുവേണ്ടി ബൈ ചേഞ്ചിങ് സെല്ല് ഏത് സെല്ലാണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി മാറ്റിക്കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾ 1,20,000 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടത് എങ്കിൽ എൻ്റെ ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി മാറ്റണം, വേണ്ടേ? എന്നാലല്ലേ ഇതൊക്കെ മാറുള്ളൂ. ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി മാറണം. ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി മാറിക്കഴിഞ്ഞാൽ റവന്യൂ കൂടും, അല്ലേ? റവന്യൂ കൂടി അത് പെർ യൂണിറ്റ് ഇത്രയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കാൽക്കുലേഷൻസ് പ്രിൻ്റ് ചെയ്ത് കണ്ടോ നിങ്ങൾ? മനസ്സിലായ? ഇതിനാണ് നമ്മൾ ഗോൾ സീക്ക് എന്നുള്ളൊരു, ഇതിൻ്റെ ഗോൾ സീക്ക് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു. അതിൻ്റെ വേറൊരു എക്സാമ്പിളായിട്ട് നമ്മൾ കാണിച്ചതാണ് ഈ വർക്ക്. അതൊരു റിപ്പോർട്ട് പോലെ കാണിച്ചു എന്ന് മാത്രം, ഒരു റിപ്പോർട്ട് പോലെ നിങ്ങളെ കാണിച്ചു. മറ്റേ നമ്മൾ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് ആകെ ഒരു ഇക്വേഷൻസ് മാത്രമേ അതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലേ? ഇതങ്ങനെയല്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ കുറേ ഫോർമുലാസുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി ഇത്രയാണ്, ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി ഇത്രയാണ്, പ്രൈസ് പെർ ക്വാണ്ടിറ്റി ഇത്രയാണ്. ഒരു ക്വാണ്ടിറ്റിക്ക് 11 വെച്ചിട്ടാണ് പ്രൈസ് പെർ ക്വാണ്ടിറ്റിയുടെ വില. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന റവന്യൂ ഇതാണ്, അതായത് ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് പെർ ക്വാണ്ടിറ്റി. അത് നമുക്ക് എല്ലാവർക്കും അറിയണതാണ്, അല്ലേ? ഇനി നമുക്ക് കോസ്റ്റ് വരുന്നത് ഇപ്പോൾ 11 ഉറുപ്പ്യക്ക് പകരം നമുക്ക് ചിലവ് വരുന്നത് 4 ഉറുപ്പ്യാണ് ചിലവ് വരുന്നത് പെർ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കണ്ടോ? നമുക്ക് ചിലവ് വരുന്നത് എത്രയാണ്? ഇത് ഇൻറ്റു 4, നമുക്ക് 45,714 ഉറുപ്പ്യ, അതായത് 47,512 ഉറുപ്പ്യാണ് നമുക്ക് ശരിക്കും ചിലവ് വരുന്നുള്ളൂ. പക്ഷെ നമുക്ക് മൊത്തം ക്യാഷായിട്ട് എന്ത് കിട്ടുന്നുണ്ട്? 1,25,714 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,25,714 മൈനസ് നമ്മുടെ ടോട്ടൽ കോസ്റ്റാണ്. മനസ്സിലായല്ലോ? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം ഉണ്ടാക്കി വിൽക്കുന്ന സമയത്ത്, നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന സമയത്ത് നമ്മളൊരു വില നിശ്ചയിക്കും, അല്ലേ? അപ്പോൾ ഒരു 10 രൂപയ്ക്ക് വിൽക്കുകയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതിന് ആ 10 രൂപയ്ക്ക് പകരം 4 രൂപയാണ് ചിലവ് വരുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അത് വർക്ക് ചെയ്തെടുക്കാനായിട്ട് 4 രൂപ ചിലവ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് 6 രൂപ കിട്ടില്ലേ വിൽക്കുമ്പോൾ? അതേപോലെ തന്നെയുള്ള ഒരു കണക്ക് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം നമുക്ക് 80,000 രൂപ വരെ പ്രോഫിറ്റ് കിട്ടി. കമ്പനി പറയാണ് അടുത്ത പ്രാവശ്യം അടുത്ത മാസം ഈ 80,000 എന്നുള്ളത് എന്ത് ചെയ്യണം? 1,20,000 ആക്കിയിട്ട് മാറ്റണം പ്രോഫിറ്റ്. മനസ്സിലായല്ലോ? ഈ 1,20,000 ആയിട്ട് പ്രോഫിറ്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തൊക്കെ മാറ്റം വരുത്തണം? ടോട്ടൽ സെയിൽസ് ക്വാണ്ടിറ്റി മാറ്റം വരുത്തിയാൽ മതി, അല്ലേ? മതിയല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു? ഡാറ്റയിൽ വാട്ടിഫ് അനലൈസിസിൽ പോയിട്ട് നേരെ ഗോൾ സീക്ക് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. സെറ്റ് സെല്ല് ഇത് ടു വാല്യൂ എത്രയാണ് നമ്മളോട് കമ്പനി പറഞ്ഞിട്ടുള്ളത്? 1,20,000 ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എന്ത് മാറ്റം വരുത്തണം? നമ്മുടെ സെയിൽസിൻ്റെ ക്വാണ്ടിറ്റി മാറ്റം വരുത്തണം. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട സെയിൽസ് ക്വാണ്ടിറ്റി 17,142 ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് 11 ഉറുപ്പ്യ വെച്ചിട്ട് നമുക്ക് എത്ര ഉറുപ്പ്യ കിട്ടും? അത് നമുക്ക് 4 ഉറുപ്പ്യ വെച്ചിട്ട് ചിലവുള്ളൂ. അപ്പോൾ ആ 4 ഉറുപ്പ്യ വെച്ചിട്ട് വരുന്ന ചിലവിൽ നിന്ന് ഈ എമൗണ്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് 1,20,000 ആയിട്ട് റവന്യൂ. ഈ ഭാഗം മനസ്സിലായ? ഗോൾസിക്കിൻ്റെ ഭാഗം മനസ്സിലായ? അതിലൊന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? മനസ്സിലായ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മളൊരു EMI കണക്കാക്കുന്നൊരു ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. EMI എന്താണ്? EMI കേട്ടിട്ടുണ്ടാവും അല്ലേ നിങ്ങൾ? ഇതും നമ്മൾ ഈ ഗോൾ സീക്ക് വഴി തന്നെയാണ് ചെയ്യുക. കമ്പനി പറഞ്ഞു നമ്മുടെ സിബിൽ സ്കോർ അനുസരിച്ച് എനിക്ക് ഇത്ര രൂപ ലോണ് കിട്ടും, ഇത്ര രൂപ ഇൻട്രസ്റ്റ് ഇത്ര പീരീഡ് കൊണ്ട് അടയ്ക്കണം. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര രൂപ വെച്ച് അടയ്ക്കണം? മനസ്സിലാക്കുക. ലോൺ എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, നമ്പർ ഓഫ് പീരീഡ്,
എത്ര മാസമാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു 48 കൊടുത്തു എന്ന് വിചാരിക്കാം. 48 കൊടുക്കാം. 48 മാസം കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര രൂപ ലോൺ എടുക്കുന്ന ആൾക്ക് ഇൻട്രസ്റ്റ് കൂടിയിട്ട് നമുക്ക് 1124 രൂപ 65 പൈസ വെച്ചിട്ട് 48 മാസം പ്രിൻ്റ് ചെയ്യും. ഇതെങ്ങനെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനൊരു ഇക്വേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. EMI കാണാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഈക്വൽ ടു PMT എന്ന് പറഞ്ഞൊരു ഇക്വേഷൻസ് ഉണ്ട്. PMT അതായത് നമ്മൾ സാധാരണ രീതിയിൽ മന്ത് ആയിട്ട് എത്ര രൂപ വെച്ച് അടയ്ക്കണം എന്ന് പറയുന്ന ഒരു ഇക്വേഷൻസ് ആണ് PMT എന്നുള്ളത്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ ലോൺ എമൗണ്ട്, ആദ്യം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എത്രയാണ് ഇൻട്രസ്റ്റ് എന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ലോൺ എമൗണ്ട് വേണ്ട, ഈക്വൽ ടു PMT കൊടുത്തിട്ട് ആദ്യം നമ്മുടെ ഇൻട്രസ്റ്റിൽ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എത്ര ഒരു വർഷത്തേക്ക് വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹരിക്കണം 12 മാസം എന്നുള്ളൊരു ഓപ്ഷൻസിലൂടെ 12 കൊണ്ട് ഞാനത് ഹരിച്ചിട്ടുണ്ട്. എന്തിനെ? നമ്പർ ഓഫ് പീരീഡ്, അതായത് 48 എന്നുള്ള മാസം, കോമ എന്ത്, നമ്മുടെ ലോൺ എമൗണ്ട്. ഇത് സ്റ്റെപ്പ് മനസ്സിലായ? ഈക്വൽ ടു PMT ആദ്യം നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ്, ഓക്കെ, ഹരിക്കണം 12. ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ 12 കൊണ്ട് ഹരിക്കുകയാണ്. ഒരു കൊല്ലത്തേക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് 12 കൊണ്ട് ഹരിച്ചു, കോമ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ഓഫ് പീരീഡ് എത്ര മാസമാണെന്നുള്ളത് കാണിച്ചു കൊടുത്തു, കോമ, ലോൺ എമൗണ്ടിൻ്റെ സെല്ല് ഞാനിവിടെ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് നമുക്ക് എന്ത് വരിക, ഒരു EMI പ്രിൻ്റ് ചെയ്യുക. ഇത്ര ഉറുപ്പ്യ വെച്ച് അടച്ചാലാണ് വരിക എന്നുള്ളത് കാണിക്കും. ഇനി ഇതിലെങ്ങനെയാണ് ഈ ഗോൾ സീക്ക് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഈ ഫയൽ ഞാൻ അയച്ചു തരാം കേട്ടോ. ഗോൾ സീക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുകയാണ്, എനിക്ക് ഇത്ര രൂപ വെച്ച് അടയ്ക്കാൻ പറ്റില്ല മാസം. സംഭവം മനസ്സിലായ? എനിക്ക് ഈ 1124 രൂപ എനിക്ക് വെച്ച് അടയ്ക്കാൻ പറ്റില്ല, വേറെ കുറേ അടവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി അടവൊന്ന് കുറയുന്ന EMI വേണമെന്ന് പറയാം. ഫസ്റ്റ് മനസ്സിലായില്ലേ? ഇത്ര രൂപ വെച്ച് എനിക്ക് അടയ്ക്കാൻ പറ്റില്ല, അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്താ അതിനൊരു പോകാൻ വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നേരെ ഗോൾ സീക്കിലേക്ക് പോകും. സെറ്റ് സെല്ല് ഇത് ടു വാല്യൂ എത്ര വെച്ചിട്ട് അടയ്ക്കാൻ പറ്റുമെന്ന് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു 900 രൂപ വെച്ചിട്ട് അടയ്ക്കാം. 900 രൂപ വെച്ചിട്ട് അടയ്ക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് മാറ്റം വരുത്താം? ഇൻട്രസ്റ്റ് റേറ്റും നമ്പർ ഓഫ് പീരീഡും അല്ല, ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ലോൺ എമൗണ്ടിൻ്റെ സെല്ലിൽ മാറ്റം വരുത്തണം എന്ന് വിചാരിക്കും. അപ്പോൾ കമ്പനി പറയും 900 രൂപ വെച്ച് അടച്ചോ കുഴപ്പമില്ല, പക്ഷേ നമ്മുടെ ലോണായിട്ട് നിങ്ങൾക്ക് 34,176 റുപ്യ കിട്ടുള്ളൂ എന്ന് പറയും. സംഭവം മനസ്സിലായ? അപ്പോൾ ലോൺ എമൗണ്ട് കുറഞ്ഞു, കുറച്ചുകൂടി ഡൗൺ പേയ്മെൻറ്റ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഇതുവരെ മനസ്സിലായല്ലോ? സംഭവം മനസ്സിലായ? ഇപ്പോൾ കമ്പനി പറഞ്ഞിട്ടുള്ളത് 42,707 റുപ്യ എനിക്ക് ലോൺ റെഡിയാവും എന്നുള്ളതാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് 12%, നമ്പർ ഓഫ് പീരീഡ് 48 വെച്ചിട്ട് മാസം 1124 രൂപ 65 പൈസ നമ്മൾ അടയ്ക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിക്കാരൻ പറയുകയാണ് എന്തെന്ന്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല സാറേ, 1124 എല്ലാ മാസവും അടയ്ക്കാൻ പറ്റില്ല, എനിക്ക് അതിൻ്റെ എമൗണ്ട് ഒന്ന് ഒരു 900 രൂപയാക്കിയിട്ട് കുറച്ച് തരണം എന്ന് പറയുന്നത് മാസത്തിൻ്റെ അടവ്. അപ്പോൾ നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമ്മുടെ നമ്പർ ഓഫ് പീരീഡ് കൂട്ടേണ്ടി വരും അല്ലേ. 48 മാസം എന്നുള്ളത് എന്ത് ചെയ്യേണ്ടി വരും, ഒരു 48ഉം ഒരു വർഷം കൂടി കൂട്ടിയെന്ന് വിചാരിക്കുക, 60 ആക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതിനെ സെലക്ഷൻ ചെയ്യുക, നേരെ ഗോൾ സീക്ക് പ്രസ് ചെയ്യുക, സെറ്റ് സെല്ല് ഇത് ടു വാല്യൂ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ, -900 മൈനസ് EMI ആയ കാരണം മൈനസ് കൊടുത്തതാണ് കേട്ടാ. ബൈ ചേഞ്ചിങ് സെല്ല് 48. അപ്പോൾ ഇവിടെ എന്തുണ്ടായത് കണ്ട, ഈ എമൗണ്ട് തന്നെ ലോണ് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 64 മാസം അടയ്ക്കണം 900 രൂപ വെച്ചിട്ട്. സംഭവം മനസ്സിലായ ജിബിനെ? എന്തോ മനസ്സിലായ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ PMT കാണുന്ന PMTയുടെ ഇക്വേഷൻസ് നിങ്ങളൊന്ന് കാണാതെ പഠിച്ചു വയ്ക്കുക കേട്ടാ. ഈക്വൽ ടു PMT ആദ്യം നമ്മുടെ പേഴ്സൻറ്റേജ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ്, പിന്നെ എത്ര 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക,
എന്നിട്ട് നമ്മൾ നമ്പർ ഓഫ് പീരീഡിനെ കോമ അത് കഴിഞ്ഞിട്ട് ലോൺ എമൗണ്ട്. അങ്ങനെയാണ് നമ്മൾ EMI കാണുക കേട്ടാ. ഈ ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വണ്ടികൾ എടുക്കുന്ന സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, EMI കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഞാനൊരു കളർ കൊടുക്കാം. ഓക്കെ, അടുത്തത് നമ്മളൊരു ഫേസ്ബുക്കിൽ നിന്നൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ എക്സ്ട്രാ ഡാറ്റ നെറ്റിൽ നിന്ന് എങ്ങനെയൊക്കെ ഡാറ്റ നമുക്ക് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻസാണ് പറയാൻ പോണത്. ഫേസ്ബുക്കിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യണ ഭാഗം ഞാൻ പറയാം, പക്ഷേ അതിപ്പോൾ അതിലേക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് സമയം എടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ വെബിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത് കാണിക്കാം. ഒരു ഡാറ്റകളെ ഇൻസേർട്ട് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. വെബിൽ നിന്ന് എങ്ങനെ ഡാറ്റകളെ ഇൻസേർട്ട് ചെയ്യിക്കാം നോക്കാം. ആദ്യം നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഡാറ്റയെ നമ്മൾ ഇൻസേർട്ട് ചെയ്യണമെന്നുള്ളതൊന്ന് കാണിക്കാം. നമുക്ക് എല്ലാവർക്കും ഫേസ്ബുക്കൊക്കെ ഉണ്ടാവും അല്ലേ? ഫേസ്ബുക്കിലത്തെ ഡാറ്റ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നെറ്റിൽ നിന്നുള്ള ഡാറ്റ എങ്ങനെയാണ് നമ്മളത് ഇൻസേർട്ട് ചെയ്യണത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുക. ഫേസ്ബുക്ക്, അതായത് ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റ എന്നുള്ളൊരു ടോപ്പിക്കാണിത്. നമ്മുടെ സിലബസിലൊന്നുമില്ല, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി വെച്ചു. ക്ലിയർ ആണല്ലോ? ഈ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ പ്രൊഫൈലിലേക്ക് പോവുക. പ്രൊഫൈലിലേക്ക് പോയിട്ട് നമ്മൾ സെറ്റിങ്സ് എടുക്കില്ല, ഇതിലേ സെറ്റിങ്സ് എടുക്കുക. എല്ലാവർക്കും ഉള്ളതാണ് ഫേസ്ബുക്ക്. അപ്പോൾ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ, ശ്രദ്ധിക്കാം. ഈ സെറ്റിങ്സിൽ യുവർ ഫേസ്ബുക്ക് ഇൻഫോർമേഷൻ എന്നൊരു ഭാഗമുണ്ട്. ഫേസ്ബുക്കിലെ സെറ്റിങ്സിൽ യുവർ ഫേസ്ബുക്ക് ഇൻഫോർമേഷൻസ് എന്നുള്ളൊരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്, നോക്കിയൊക്കെ ഡൗൺലോഡ് യുവർ ഇൻഫോർമേഷൻസ്. കണ്ട, ഡൗൺലോഡ് യുവർ ഇൻഫോർമേഷൻസ്. അതിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്കിലത്തെ ഫുൾ ഇൻഫോർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡാറ്റയായിട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണോ ഡാറ്റ അല്ലെങ്കിൽ ഏതാണോ ഡാറ്റ, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ലാസ്റ്റ് വീക്കിലത്തെ ഡാറ്റ മതി, അല്ലെങ്കിൽ ലാസ്റ്റ് മന്തിലത്തെ ഡാറ്റ മതി, ലാസ്റ്റ് 3 മാസം, ലാസ്റ്റ് 6 മാസം, ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് 3 ഇയർ, ഓൾ ടൈം ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡാറ്റ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെന്ന്, August 1 തൊട്ടിട്ടുള്ള ഡാറ്റയാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, ഇത് കൊടുത്തുട്ടാ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, August 1 വരെയുള്ള റേഞ്ച് നമ്മൾ സെലക്ഷൻ ചെയ്തു. മീഡിയ ക്വാളിറ്റി ഹൈ, ഫോർമാറ്റ് HTML, അതായത് ഡാറ്റയാണ് നമ്മൾ HTML ഫോർമാറ്റിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്ത് ഡാറ്റയാണോ നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ എന്തൊക്കെ ഡാറ്റകൾ ഉണ്ടാവും, മെസ്സേജ് ഉണ്ടാവും, പോസ്റ്ററുകൾ ഉണ്ടാവും, പേജ് ഉണ്ടാവും, പോൾസ് ഉണ്ടാവും, ഇവൻ്റ് ഉണ്ടാവും, ഗെയിമിംഗ് ഉണ്ടാവും, പ്ലേസ് ഉണ്ടാവും, പിന്നെ കുറേ ഓപ്ഷൻസുകളുണ്ട്. ഇതൊക്കെ കൂടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഹാങ് ആവും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതൊക്കെ ഓഫാക്കിയിട്ടാണ് എല്ലാം ഡീസെലക്ട് ചെയ്തു. എന്നിട്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ, അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്, എനിക്ക് എന്ത് വേണം, എൻ്റെ നോക്കൂ കുറേ ഡാറ്റകളുണ്ട്. എന്താണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഷോർട്ട് വീഡിയോൻ്റെ ഡാറ്റ വേണം. ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഡാറ്റ വേണം. അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഡാറ്റ വേണം, ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ഡാറ്റ വേണം. ഇനിയിപ്പോൾ അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റ്, മനസ്സിലായ, ഫേസ്ബുക്കിലുള്ള ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിൻ്റെ ഡാറ്റ വേണമെന്നൊക്കെ വിചാരിക്കാം. ഇവിടെ നമുക്ക് നോക്കാം, ഫ്രണ്ട്സ് നോക്കാം, പേഴ്സണൽ ഇൻഫോർമേഷൻ, അതർ പേഴ്സൺ, ഫ്രണ്ട്സ് ആൻഡ് ഫോളോവേഴ്സ്. അപ്പോൾ ഞാൻ ഇത് തൽക്കാലം ഇത് രണ്ടും ഓഫാക്കട്ടെ. ഇത് രണ്ടും ഓഫാക്കിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രണ്ട്സ് ആൻഡ് ഫോളോവേഴ്സിൻ്റെ ഡാറ്റയാണ് എനിക്ക് വേണ്ടത്. അത് ടിക്ക് ചെയ്യാം.
അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മേലെ ക്രിയേറ്റ് ഫയൽ എന്നിട്ടൊരു ഭാഗം വരും. മനസ്സിലായല്ലോ? ക്രിയേറ്റ് ഫയൽ എന്നിട്ടൊരു ഭാഗം വരും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോഡിങ് തുടങ്ങും. സംഭവം മനസ്സിലായ? ഇത് ഫുള്ള് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? നമ്മുടെ ഡാറ്റ എന്നിട്ട് ഒരു ഡാറ്റ ഫോർമാറ്റ് വരും, HTML ഫോർമാറ്റ്. മനസ്സിലായ? കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക? കോപ്പി എടുക്കാം. ഇത് ഞാൻ മുന്നത്തെ ക്ലാസ്സുകളിൽ നോക്കിയേ, ഞാനിവിടെ ഇതിപ്പോൾ നമ്മൾ ഇട്ടതാണ്, കണ്ടില്ലേ? ആഗസ്റ്റ് 1 തൊട്ടിട്ട് ആഗസ്റ്റ് 21 വരെ പെൻഡിങ് ആണ്. ജൂൺ 1 തൊട്ട് ജൂലൈ വരെ ഞാൻ ഇട്ടത് കഴിഞ്ഞു, അതിൻ്റെ എക്സ്പയർഡായി. കുറച്ച് സമയം കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയി പോട്ടാം. വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ കോപ്പി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എക്സലിലേക്ക് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫേസ്ബുക്കിനായിട്ട് കണക്ട് ചെയ്യണതല്ല, എന്തിൽ നിന്നും നമുക്ക് എക്സലുകളിലേക്ക് ഡാറ്റകൾ കൊണ്ടുവരാനായിട്ട് പറ്റും. മനസ്സിലായ? ഇതിപ്പോൾ വെബിൽ നിന്ന് കൊണ്ടുവരാം. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും പേജുകളിൽ നിന്ന് കൊണ്ടുവരാം. എല്ലാ പേജുകളിൽ നിന്ന് കൊണ്ടുവരാം, വെബ്സൈറ്റുകളിൽ നിന്ന് നേരിട്ടിട്ട് നമുക്ക് ഡാറ്റനെ കൊണ്ടുവരാം. ഞാൻ കാണിച്ചു തരാം. ഇതാ, ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഞാൻ പറയുകയാണ്, ഇവിടെ നിന്നിട്ട് പറയുകയാണ്, എനിക്കൊരു വെബ് പേജിൽ നിന്ന് കുറച്ച് ഡാറ്റ എക്സലിലേക്ക് കൊണ്ടുവരണം. നേരെ ഡാറ്റയിൽ ഗെറ്റ് എക്സ്റ്റേണൽ ഡാറ്റയിൽ ഫ്രം വെബ് പറഞ്ഞാൽ മതി നിങ്ങൾ. എന്നിട്ട് ആ വെബ്സൈറ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏതാണോ നമുക്ക് ഡാറ്റ വരേണ്ട വെബ്സൈറ്റ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഏതെങ്കിലും ഒരു സെല്ല് കാണിച്ചു കൊടുക്കാൻ പറയും. ആ സെല്ല് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ ആ വെബ് പേജിലത്തെ ഫുള്ള് ഡാറ്റ ഇവിടേക്ക് പ്രിൻറ്റ് ചെയ്ത് വരും. മനസ്സിലായ? ഇത് എന്തിനാ ഉപയോഗിക്കണേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ US ഡോളർ കൺവേർഷൻസ് ഒക്കെ അല്ലേ, അതിന് കുറേ സൈറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലേക്കുള്ള മണി, അതായത് ഇപ്പോൾ ഇത് ഇത്ര റുപ്യാണ് വെച്ചാൽ ഇങ്ങനെ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ വേരിയേഷൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം പോയിട്ട് അത് എടുക്കൽ എളുപ്പമല്ല, കേസല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ നിന്ന് ആ ഭാഗത്തിന് നമുക്ക് ഡാറ്റയായിട്ട് ഇൻസേർട്ട് ചെയ്യിക്കാൻ വേണം. മനസ്സിലായില്ലേ? ഇതിനെയാണ് നമ്മൾ വെബ് ഡാറ്റ എന്നുള്ള ഫയൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? വെബ്സൈറ്റുകളിൽ നിന്ന് ഡാറ്റകളെ നമുക്ക് ഇൻസേർട്ട് ചെയ്യിക്കാനായിട്ട്. ജിബിനെ മനസ്സിലായില്ലടാ? വെറുതെ വെബ്സൈറ്റ് അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ക്ലിക്ക് ചെയ്യുക, എക്സ്റ്റേണൽ ഡാറ്റയിൽ പോയിട്ട് വെബ് ക്ലിക്ക് ചെയ്യുക. വെബിൽ നമ്മൾ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏതാണോ വെബ്സൈറ്റ് എന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെബ്സൈറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കേട്ടാ? ഓക്കെ. ഇതേപോലെ ഒരു ഫോർകാസ്റ്റ് എന്നിട്ടൊരു ഇക്വേഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്ന അത് ഫോർകാസ്റ്റ് പറഞ്ഞിട്ടുണ്ടാ? അതായത് നോക്കൂട്ടാ, 2012 ഇത്ര സെയിലുണ്ടായി, 13 ഇത്ര സെയില്, 14 ഇത്ര സെയില്, 15 ഇത്ര സെയില്, 16 17 അങ്ങനെ 2021 വരെ നമ്മളിവിടെ സെയിലിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. എനിക്ക് പറയുകയാണ് 2030 എത്ര സെയിലുണ്ടാവും, അതായത് ഇനി വരാൻ പോണ കേസാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. ഈക്വൽ ടു ഫോർകാസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഫോർകാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കൊല്ലം, അത് സ്ഥലം, കോമ, ഓക്കെ, പിന്നെ അതിൻ്റെ സെയില്, കോമ, ഇവിടെ കൊല്ലം. നിങ്ങളിവിടെ 2030 കൊടുത്ത് നോക്കുകയും 2030 ബിസിനസ് ഏകദേശം 8337 രൂപ വരെ വരാം. മനസ്സിലായ? ഫോർകാസ്റ്റ് മനസ്സിലായ? വളരെ സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഈക്വൽ ടു ഫോർകാസ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെല്ല്, കോമ,
നമ്മുടെ സെയിലിൻ്റെ കോളം, കോമ, ഇയറിൻ്റെ കോളം. മനസ്സിലായല്ലോ? ഇത്രയും കൊടുത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയണം ഇപ്പോൾ 2050 എന്താവും എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് അവിടെ സെറ്റ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇത് ഇക്വേഷൻ വെച്ച് ചെയ്യണത് ഒന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, വെറുതെ സെലക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡാറ്റയിൽ ഫോർകാസ്റ്റ് യൂസ് ചെയ്യാം. ഡാറ്റയിൽ ഫോർകാസ്റ്റ് മനസ്സിലായ? ഇവിടെ നോക്കൂ, സെയിലാണ് ഈ കാണിക്കുന്ന നീല. ഓക്കെ, 2024 വരെയുള്ള ബാക്കി വരുന്ന ആ പോയിന്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ മേലെ കാണിച്ചിട്ടുള്ളതും അടിയിൽ കാണിച്ചിട്ടുള്ളതും എന്താ സംഭവിച്ചാൽ എന്തെങ്കിലും കാരണവശാൽ നമുക്കിത് എന്ത് ചെയ്യണം, കുറച്ച് ഹൈ ആയിട്ട് പോയി വിചാരിക്കുക. അതായത് വലുതായിട്ട് ബിസിനസ് ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന മേലെ കാണുന്ന ലൈനുകൾക്കനുസരിച്ച് വരാം. മറിച്ച് ബിസിനസ് കുറച്ച് ഡള്ളാവുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറയാം ആനുപാതികമായിട്ട്. മനസ്സിലായ? ഇത് വെറുതെ എത്ര കൊല്ലത്ത് വേണമെങ്കിലും കൊടുക്കട്ടോ. 25, 26, 27, 28 കണ്ടില്ലേ? നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ ഡാറ്റകൾ അവിടെ പ്രിന്റ് ചെയ്യും. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഡാറ്റ ഇവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതുവരെ നമ്മളിപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. ഇത് ഫോർകാസ്റ്റിൻ്റെ അടുത്ത ഡീറ്റെയിൽസ് ക്ലിയർ ആണല്ലോ. ലോവർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും, അപ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? 2021 വരെ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ 2022, 23, 24, 25, 26, 27, 28, 29 വരെ ഫോർകാസ്റ്റ് വെച്ച് കണക്കാക്കുകയാണെങ്കിൽ ഇതനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതിൻ്റെ ഫിഗർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് ലോവർ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് കുറഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഇങ്ങനെയായിട്ട് കൺവേർഷൻ ആവും. കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഇങ്ങനെയായിട്ട് കൺവേർഷൻ. മനസ്സിലായ? ഫോർകാസ്റ്റ് മനസ്സിലായ? മനസ്സിലായി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഫോർകാസ്റ്റ് വെബ് മനസ്സിലായി, വെബ് ഡാറ്റ മനസ്സിലായി. അത് നമ്മൾ ചെയ്തുള്ള ഇങ്ങനെ ഉണ്ടാവും, കണ്ടുപിടിക്കുന്ന സോൾവർ നമ്മൾ ചെയ്തുള്ളതാണ്. മാപ്പ് ഇത് ഇപ്പോൾ വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേഷനാണ്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഒന്നുമല്ല, ഒരു കൺട്രി റവന്യൂ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പേഴ്സൻറ്റേജ് കൊടുത്തു. ഇതിപ്പോൾ ഇതിൽ ചെയ്ത് കാണില്ല, ഒപ്പിട്ട് കാണില്ല. പക്ഷേ ഇനി വരുന്ന അപ്ഡേഷൻസിൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്നത് കൊണ്ടാണ് ആ ടോപ്പിക്കിനെ അത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാരണം 2019, 20 വന്നിട്ടുള്ള അപ്ഡേഷൻസിലേക്ക് അത് കാണാനുണ്ട്. കൺട്രി റവന്യൂ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത്ര ചെയ്യണ്ടോ, ഈ ഭാഗം അവിടെ സെലക്ഷൻ ചെയ്തിട്ട് ഈ ഡാറ്റയിൽ ഇതിലില്ല, ഇതിൻ്റെ പുതിയ വന്ന അപ്ഡേഷൻസിൽ വരുന്നതാണ് ഒരു ഫീൽഡ് മാപ്പ് എന്നിട്ടൊരു ഭാഗം വരും. നിങ്ങൾ ഇനി ഭാവിയിൽ ഇപ്പോൾ ഏതെങ്കിലും എക്സലൊക്കെ ചെയ്യുന്ന സമയത്ത് ഡൗട്ട് വരാൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ അതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളതിൽ. ഫീൽഡ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഈ മാപ്പ് എന്നുള്ളൊരു രീതിയിലൊരു സിമ്പിൾ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇതുണ്ടല്ലോ, രാജ്യത്തിൻ്റെ ഭൂപടം ഉണ്ടല്ലോ, ഭൂഖണ്ഡത്തിൻ്റെ പടം ഉണ്ടല്ലോ, ആ പടത്തിൽ നിന്ന് നമ്മൾ ഏതൊക്കെ രാജ്യങ്ങളാണോ സെലക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് ഓട്ടോമാറ്റിക്കായിട്ട് എക്സലിൽ പ്രിന്റ് ചെയ്യും. ഞാൻ പറഞ്ഞു മനസ്സിലായ? അതായത് ഭൂഖണ്ഡത്തിൻ്റെ മാപ്പിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ഫീൽഡ് മാപ്പ് കൊടുക്കുന്നത് എങ്കിൽ അതിപ്പോൾ ഇതിൽ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും പുതിയതായിട്ട് അപ്ഡേഷൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും 2019 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. എക്സൽ 2019 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാണാം. ഒന്നും പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് സെലക്ഷൻ ചെയ്ത് നേരെ ഇവിടെ ഫീൽഡ് ഡാറ്റ എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഫീൽഡ് മാപ്പ് എന്നിട്ടൊരു ഭാഗം വരും. ആ മാപ്പുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഫീൽഡ് മാപ്പുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഒരു ഗ്രാഫ് ഇവിടെ പ്രിന്റ് ചെയ്യും, ചാർട്ട് ചെയ്യണ പോലെ. അതിൽ ആ ഭൂഖണ്ഡത്തിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോ, നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ഭൂഖണ്ഡത്തിൻ്റെ കംപ്ലീറ്റ് ഫോട്ടോസുകളും
ആ രാജ്യങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നതിൻ്റെ പേഴ്സൻറ്റേജ് പ്രിൻറ്റ് ചെയ്തിട്ട് അവിടെ കാണിക്കും. ഇത് എനിക്കിതിൽ കാണിക്കാൻ പറ്റില്ല, നിങ്ങൾ ചെയ്ത് നോക്കണം. അതായത് ഇപ്പോഴല്ല, ഇനിയിപ്പോൾ നിങ്ങൾ 2020 അല്ലെങ്കിൽ 2021 ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്, സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഭാഗം വരുന്ന ഒരു അപ്ഡേഷൻസ് ആണിത്. ഇത്ര നേരം നമ്മൾ ചാർട്ടുകളാണ് ചെയ്തിരുന്നത്, ഇത് മാപ്പാണ്. അത്രയുള്ള വ്യത്യാസം കേട്ടോ. ഇത് റിസ്ക് ഒന്നും ഇല്ല കേട്ടോ ചെയ്യാനായിട്ട്. നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. സെലക്ഷൻ ചെയ്യുക, ഡാറ്റ എന്നുള്ള മെനുവിനുള്ളിൽ മാപ്പ് എന്നൊരു ഭാഗം ഉണ്ടാവും. ആ മാപ്പ് എന്നുള്ള ബട്ടൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ നോക്കട്ടെ അതിൽ ഫോക്കസ് ഉണ്ടോ നോക്കട്ടെ. നിങ്ങളത് ചെയ്ത് നോക്കിയാൽ മതി. ഞാനിട്ട ഡൗൺലോഡ് ചെയ്ത ഫയൽ മിസ്സായിരിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. മാപ്പ് എന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. ആ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പേരും അതിൻ്റെ റവന്യൂ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻറ്റ് ചെയ്തു. മനസ്സിലായോ? ഇത്രയേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കേസ് എന്താണ് 3D ഫോർമുല എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കണം. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡാറ്റ വാലിഡേഷനിൽ നമ്മൾ ലിസ്റ്റ് വഴി എങ്ങനെയാണ് ഡ്രോപ്പ് ഡൗൺ സെറ്റ് ചെയ്യണം എന്നുള്ള ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഗോൾ സീക്കിൻ്റെ പല രീതിയിലുള്ള എക്സാമ്പിളുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഒരു ഗോൾഡിൻ്റെ ഒരു എക്സാമ്പിൾ മാത്രമാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഈ കുറച്ച് ഇത് നിങ്ങളുടെ കമ്പനിക്ക് അനുസരിച്ചിട്ടുള്ള എക്സാമ്പിളാക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യണം കേട്ടോ. ശ്രദ്ധിക്കണം. നിങ്ങളുടെ കമ്പനിയിൽ എങ്ങനെയാണോ നമുക്ക് ഗോൾ സീക്കിനെ ഉപയോഗപ്പെടുത്തേണ്ടത്, അതേപോലെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഡാറ്റകളെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ കാണിച്ചിട്ടുള്ളത് ഇമ്പോർട്ട് ഫേസ്ബുക്ക് ഡാറ്റ അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഡാറ്റകളൊക്കെ എങ്ങനെയാണോ ഇൻസേർട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഫേസ്ബുക്കിൽ ഡാറ്റ എടുക്കുന്ന ഭാഗം മനസ്സിലായില്ലേ? നമ്മുടെ പ്രൊഫൈലിൽ പോവുക, സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഡൗൺലോഡ് ഫോർ ഇൻഫോർമേഷൻ എന്നൊരു ഭാഗം കാണിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഡാറ്റകളെ എക്സലിലേക്ക് കൊണ്ടുവരാം. പിന്നെ അതേപോലെ തന്നെ ഫോർകാസ്റ്റ്, അതായത് ഭാവി മുൻകൂട്ടി പ്രവചിക്കുക. അപ്പോൾ ചില കമ്പനിക്കാരൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ കമ്പനി പറയും അത്, അതായത് നിങ്ങൾ ഇന്നത് ഇങ്ങനെയാണ്, അതിനിപ്പോൾ ഇന്നതാവുമ്പോൾ അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തിൽ അത് അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ അത് എങ്ങനെയായി മാറാം. ഇപ്പോൾ നമ്മളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ജനസംഖ്യ അല്ലേ, ആനുപാതികമായിട്ട് കണക്ക് കൂട്ടിയിട്ട് അവർ പറയൂല, ഇത്ര കൊല്ലം കഴിഞ്ഞാൽ ഇത്ര കാലം കഴിഞ്ഞാൽ ഇത്ര അധികം ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ മൂല്യം ഇത്ര കാലം കഴിഞ്ഞാൽ ഇത്ര ആവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കണക്കാക്കുന്നത് എന്ത് വഴിയാണ്? ഫോർകാസ്റ്റ് വഴിയാണ് നമ്മൾ കണക്കാക്കുന്നത്. പിന്നെ ഡാറ്റ, ഈ ഫോർകാസ്റ്റിൻ്റെ ടേബിൾ നമ്മൾ അടുത്ത ഷീറ്റിലാണ് വരിക. പിന്നെ അതേപോലെ തന്നെ വെബിൽ നിന്ന് ഡാറ്റ എടുക്കുന്നത് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു വെബ്സൈറ്റുകളിൽ നിന്ന് നമ്മുടെ ഡാറ്റ എക്സലിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? ഏതെങ്കിലും ഒരു വെബ്സൈറ്റുകളിൽ നിന്ന് ഡാറ്റകളെ ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ വെബ് എന്നുള്ള ഫയൽ നമ്മളിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫിൽഡ് ഡാറ്റ, ഇത് ഞാൻ പറഞ്ഞു. മാപ്പ്, ഇത്ര നേരം നമ്മൾ ചാർട്ടാണ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ എക്സലിൽ യൂസ് ചെയ്യുന്നത് മാപ്പുകളാണ്. മാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യയുടെ ഭൂഖണ്ഡത്തിൻ്റെ, ശ്രദ്ധിക്കട്ടെ, ഭൂഖണ്ഡത്തിൻ്റെ മൊത്തം വരണം. ഇപ്പോൾ ഇന്ത്യ, ഒമാൻ, ദുബായ്, കാനഡ, USA, ചൈന എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും മാപ്പോടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്യും. സോൾവർ പിന്നെ നമ്മൾ പഠിച്ചതല്ലേ സോൾവർ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു സോൾവർ. മാക്രോ അതേപോലെ തന്നെ സോൾവർ കൂടിയിട്ട് ഒരു ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളൊരു 5-8 വർക്കുകൾ, വലിയ വർക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കും, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കും സംശയങ്ങൾ ഉണ്ടെങ്കിൽ.
നിങ്ങൾ സംശയം ചോദിക്കാതിരിക്കണ്ട കേട്ടോ. രേഷ്മ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ചോദിക്കാം സാർ. ഓക്കെ. ജിബിൻ, അനുശ്രീ പോയോ? ഓക്കെ ഓക്കെ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ചെയ്ത് നോക്കാറില്ലേ? ചെയ്ത് നോക്കാറില്ലേ? ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. ചെയ്ത് നോക്കിയാലാണ് ആ വർക്ക് മനസ്സിലാവുള്ളൂ. ശ്രദ്ധിക്കണം. അതുപോലെ ഫെമിന പഴയ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്തു സാർ. അപ്പം ഡൗട്ട് ഉള്ളത് ഞാൻ ക്ലിയർ ചെയ്യാം. ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ ഇന്നിപ്പോ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് സാർ. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടാ. ഇനി നമ്മുടെ അടുത്ത ക്ലാസ് വരെ നമുക്ക് ചൊവ്വാഴ്ചയാണ്. ശനിയാഴ്ച ഓണായ കാരണം ക്ലാസ് ഉണ്ടാവില്ല. പിന്നെ നമ്മുടെ ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം തൊട്ടിട്ട് നോക്കണ ആൾക്കാരൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചൊവ്വാഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ദിവസം ഒരു ചെറിയൊരു എക്സാം, ഒരു ചെറിയൊരു ടെസ്റ്റ്, അതിന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ അയച്ചു തരാം. എങ്ങനത്തെ മോഡൽ ക്വസ്റ്റ്യൻസുകളാണ് വരിക, അല്ലെങ്കിൽ ഇതേപോലെയൊന്നും വരില്ല കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള വർക്കുകളൊന്നും വരില്ല. അത് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ്, ചെറിയ ഷോർട്ട്. എന്താ ഫെമിന ചോദിക്കും? അത് നമുക്ക് ചൊവ്വാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞിട്ടേ, ചൊവ്വാഴ്ചത്തെ ക്ലാസ് കൂടി കഴിഞ്ഞാൽ വെക്കാം. നമ്മളിവിടെ നിന്ന് അടുത്ത വെള്ളിയാഴ്ച, അടുത്ത ചൊവ്വ കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ച വെക്കാം. അടുത്ത വ്യാഴാഴ്ച ഇങ്ങനെ ഇതേ സമയത്ത് അഡ്വാൻസ് എക്സാമിന്റെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇനി വരുന്ന ട്യൂസ്ഡേ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ആണോ? ലാസ്റ്റ് ക്ലാസ് ആണ്. നിങ്ങൾക്ക് തന്ന സിലബസ് ഞാൻ അയച്ചു തരാം. അതിൽ ഏതെങ്കിലും ഭാഗം എടുക്കാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. അപ്പൊ നമ്മുടെ മെയിൻ എക്സാം എന്നായിരിക്കും? മെയിൻ എക്സാം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഇല്ല. പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് ഇല്ല. ഓൺലൈനിലുള്ള ആൾക്കാർക്ക് പ്രാക്ടിക്കൽ ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷോർട്ട് നോട്ടുകളുടെ ആൻസർ, കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ, ഒരു 10-25 ക്വസ്റ്റ്യൻസുകൾ വരും. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് സർട്ടിഫിക്കറ്റ് വരും. സോഫ്റ്റ് കോപ്പിയാണ് വരിക കേട്ടോ. സോഫ്റ്റ് കോപ്പിയാണ് വരിക, ഹാർഡ് കോപ്പി അല്ല. അത് നിങ്ങൾ പ്രിന്റ് എടുക്കുക, അങ്ങനെയാണ് ചെയ്യാം. ഫെമിന ആദ്യം തൊട്ടിട്ടുള്ള ക്ലാസ് ഒന്ന് റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഞാൻ നോക്കുന്നുണ്ട് സാർ. ഓക്കെ. അതെന്താ സംഭവിച്ചാലേ നമ്മുടെ ചെറിയ ക്വസ്റ്റ്യൻ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു കോൺസ്റ്റന്റ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ട് എന്ത്? നമുക്ക് മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടോ? ഏതാ മോക്ക് ടെസ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് പേപ്പേഴ്സ് നമുക്ക് അങ്ങനെ കിട്ടുമോ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാം. ഓരോ കണ്ടീഷൻസ് ഇപ്പോൾ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഡാറ്റ വാലിഡേഷന്റെ എക്സാമ്പിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ വാലിഡേഷൻ വെച്ച് ചെയ്യുന്ന ഇഷ്ടം പോലെ എക്സാമ്പിളുകൾ ഉണ്ട് ഗൂഗിളിൽ. കിട്ടത്തില്ല, അതാ ഞാൻ ചോദിച്ചത്. വർക്ക്ഔട്ട് ചെയ്യാറുണ്ടല്ലോ, അപ്പൊ ക്വസ്റ്റ്യൻസുകൾ അത് ഞാൻ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തിട്ട് ഞാൻ എടുത്തുതരാം നിങ്ങൾക്ക്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടാ. അത് പ്രാക്ടീസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻസുകൾ എക്സലിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ നിങ്ങളൊന്ന് ചെയ്താൽ മതി. നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ചെറിയ ക്വസ്റ്റ്യൻസുകളായിരിക്കാം. ഇപ്പോൾ കോൺസ്റ്റന്റ് ആക്കാനായിട്ട് ഉപയോഗിക്കുന്ന കീ ഏത്, അല്ലെങ്കിൽ ആക്റ്റീവായി നിൽക്കുന്ന സെല്ല് ഏത്, കഴ്സറിന്റെ ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്താണ് പോവുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ നമുക്ക് OMR അല്ലേ, നമുക്ക് ചോയ്സ് കാണുമല്ലോ. ചോയ്സ് ഉണ്ടാവും. ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ മോഡൽ അടുത്ത ക്ലാസ്സിൽ ഞാനത് അയച്ചു തരാം. അതായത് ഇപ്പോൾ ജിടെക് തന്നെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് മോഡലുകളുണ്ട്. അത് ഞാൻ അയച്ചു തരാം. ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിൽ ഞാനത് അയച്ചു തരാം കേട്ടോ. നമ്മൾ ഇനി എടുക്കാത്ത ഏതെങ്കിലും ഞാൻ ചൊവ്വാഴ്ച തന്നെ ഞാൻ എന്ത് ചെയ്യാം, ചൊവ്വാഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് സിലബസ് അയച്ചു തരാം. സിലബസ് അയച്ചിട്ട് അതിൽ ഏതെങ്കിലും ഭാഗം എടുക്കാത്തത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഫ്രൈഡേ ആവാം. അതെന്താ വെച്ചാൽ നമ്മുടെ ചൊവ്വാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഹെഡ് ഓഫീസിലേക്ക് സബ്മിറ്റ് ചെയ്യണം. എക്സാം എടുക്കുന്നത് ഞാനാവില്ല. അപ്പോൾ ഹെഡ് ഓഫീസിൽ നിങ്ങളുടെ ബാച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കൊടുക്കും, റിക്വസ്റ്റ് കൊടുത്താൽ അവരെന്ത് ചെയ്യും, നമ്മുടെ ബാച്ചിനെ എക്സാമിന്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യും. അതായത് 4-ാം തീയതി എന്തായാലും നമ്മുടെ ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അവരുടെ കണക്ക് പ്രകാരം 24/7 അവരുടെ കണക്ക് പ്രകാരം ഉണ്ടാവും. 24/7 ബാച്ച് അവരുടെ എക്സാം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യും.
രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരൊരു ലിങ്ക്, ഗൂഗിൾ ഫോമിന്റെ ഒരു ലിങ്ക് ഇട്ടായിരുന്നു നിങ്ങൾക്ക്. അത് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ആ ഗൂഗിൾ ഫോമിൽ കയറുക, ക്ലിക്ക് ചെയ്യുക. അതിൽ കയറിയിട്ട് നിങ്ങളുടെ പേര്, കറക്റ്റ് അഡ്രസ്സ്, പിന്നെ അതുപോലെ ഫോൺ നമ്പർ, അതൊക്കെ അവർ ചോദിക്കും, ഫോൺ നമ്പർ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാച്ച് എന്നാണ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത്. അതായത് 24-ാം തീയതിയാണ് നമ്മുടെ ബാച്ച് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ദിവസം നേരം വൈകിട്ടായിരുന്നു. അപ്പോൾ ആ ബാച്ച് ടൈം ഉണ്ടാവും, ആ ബാച്ചിൻ്റെ സമയവും ഉണ്ടാവും. സംഭവം മനസ്സിലായില്ല? അവർ അനൗൺസ് ചെയ്തിട്ടുള്ളത് 24/7-നാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 24/7. അതേപോലെ തന്നെ എക്സാമിൻ്റെ ഒരു സമയം ഉണ്ടാവും. സമയം എന്ന് പറയുന്നത് നമ്മുടെ ബാച്ച് ടൈം ഉണ്ടാവും. 7 to 8 എന്നുള്ളൊരു ബാച്ച് ടൈം ഉണ്ടാവും. 7 to 8 എന്നുള്ളൊരു ബാച്ച് ടൈം ഉണ്ടാവും. ആ ബാച്ചിൽ കയറിയിട്ടായിരിക്കണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. കാരണം പല പല ബാച്ചുകൾ ഉണ്ടാവും. അപ്പോൾ അതിലൊന്നും കയറരുത്. ഈ കാണുന്ന ഡേറ്റിലും ഈ കാണുന്ന സമയത്തിനനുസരിച്ചിട്ടുള്ള വളരെ സിമ്പിളാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങളെ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലേ എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. നിങ്ങൾ പ്രാക്ടിക്കൽ വർക്ക്, ഞാൻ പറഞ്ഞ ഷീറ്റുകളും ഞാൻ പറഞ്ഞ വർക്കുകളൊക്കെ അനുസരിച്ച് നിങ്ങൾ കംപ്ലീറ്റ് വർക്കുകൾ ചെയ്യണം കേട്ടോ. ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഈ എക്സാമിന് തോറ്റു പോയാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ തന്നെ പാടില്ല. കാരണം എന്താ അറിയോ, ഇത് ഞാൻ ഇപ്പം തന്നെ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞില്ല, എക്സാമിൽ തോറ്റു പോണ പരിപാടിയൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇപ്പം ഞാനതിൻ്റെ ഒരു മിനിറ്റ് ഇട്ടാ, ഒരു മിനിറ്റ് നിങ്ങൾ എൻ്റെ സ്ക്രീനൊന്ന് നോക്കിയാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണാലോ അല്ലേ? സ്ക്രീൻ കാണാലോ? ഈ ക്വസ്റ്റ്യൻസ് ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കുക. കണ്ട, ഫോർമുല ബാർ എന്താണ്, വി ലുക്കപ്പിൻ്റെ ഇക്വേഷൻസ് എഴുതിയത് കറക്റ്റാണോ, പിന്നെ അതേപോലെ തന്നെ നോക്കിയേ ടാബ് ഏതിൻ്റെ കീഴിലാണ് ഇത് ഇന്നത്, ഇൻസെർട്ട് പിവറ്റ് ടേബിൾ ഏതിൻ്റെ ടാബിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക്. കണ്ട, മനസ്സിലായില്ലേ? പേജിൻ്റെ ബോർഡർ കണ്ടില്ലേ? പേജിൻ്റെ ബോർഡർ എവിടെ നിന്ന് എടുക്കുക, എന്താണ് പിവറ്റ് ടേബിൾ എന്നുള്ളൊരു ആൻസർ. അത് 3 ആൻസറും നിങ്ങൾക്ക് തരും. അതിൽ നിങ്ങൾ ജസ്റ്റ് ടിക്ക് ചെയ്തിട്ടാണ് ആൻസർ കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാവും ചിലപ്പോൾ ചോദിക്കുക. മനസ്സിലായ? കറണ്ട് ഡേറ്റ് ചെയ്യാം. നമ്മുടെ ഫങ്ഷൻസ് ഡേറ്റ് ഓപ്പൺ ആക്കാനായിട്ട്, ഡേറ്റ് ആൻഡ് ടൈം ഓപ്പൺ ആക്കാനായിട്ട് കണ്ട ഈക്വൽ ടു നൗ. അപ്പോൾ അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിയൊക്കെ കണ്ട റോ ആൻഡ് കോളം കാൾഡ് സെൽ, അതായത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതിന് എന്തെന്നാണ് പേര് പറയുക. ഇങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളാണ്. ഇത് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക്. ഇതിപ്പോൾ കഴിഞ്ഞൊരു ബാച്ചിൽ എക്സാം എഴുതിയിട്ടുള്ള ആൾക്കാർ സ്ക്രീൻഷോട്ട് എടുത്ത് മേടിച്ച് വെച്ചിട്ടുള്ളതാണ് ഞാൻ. അതായത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത്, എനിക്കിതിൽ യാതൊരു റോളും ഇല്ല. നിങ്ങൾ അതെങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് മേടിപ്പിച്ചതാണ്. ഇതേപോലെ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഇനി വരുള്ളൂ, പേടിക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ ഈ അയച്ചു തന്നിട്ടുള്ള ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ചോദിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് വെക്കാം. അതായത് ചൊവ്വാഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും വെള്ളിയാഴ്ച ഇല്ല, വ്യാഴാഴ്ചയാണ് വരിക. അപ്പോൾ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, ആ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് വ്യാഴാഴ്ച വെക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടുന്ന് ഫൈനൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർ ഹെഡ് ഓഫീസിൽ നിന്ന് അവർ അലോ തരുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ചത് കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇപ്പോൾ സോൾവർ ആയാലും മാക്രോ മാക്രോ ഒക്കെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ. മാക്രോ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ നന്നായി പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനെന്നാൽ ലീവ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കും. ഞാനിപ്പോൾ മെയിൽ അയക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ ആ സിലബസും കൂടി ഞാൻ അയക്കാം. ഓക്കെ, സിലബസ് അയക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ശരി. ഞാൻ ലീവ് ചെയ്യാണ്. ജിബിനെ ഓക്കെ, ഞാൻ ലീവ് ചെയ്യാണ്. രേഷ്മ ഓക്കെ സാർ.